ഹലോ, ക്യാപ്കട്ട് ട്യൂട്ടോറിയലിന്റെ പാർട്ട് 17ലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത്രയും നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രാൻസിഷൻസിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് ട്രാൻസിഷൻ നമുക്ക് അവൈലബിൾ ആണെങ്കിലും പലതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാറില്ല. ബിക്കോസ് ഓഫ് പ്രോ എടുക്കാൻ പറയും. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് അവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്നത്തെ ട്രാൻസിഷൻ ട്രാൻസിഷൻ കണ്ടോ, ഇത് നമുക്ക് എങ്ങനെ പ്രോ ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. കീ ഫ്രെയിം യൂസ് ചെയ്ത് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഞാൻ പി സിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു തരുന്നത്. ഇതേ സെയിം മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ആൻഡ്രോയിഡ് ക്യാപ്കട്ടിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആദ്യം നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യേണ്ട 2 ക്ലിപ്പുകൾ ടൈം ലൈനിലേക്ക് ഇതേ ഇങ്ങനെ മുകളിലും താഴെയായിട്ട് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ആദ്യത്തെ ക്ലിപ്പിന്റെ ഏറ്റവും അവസാനത്തിന് തൊട്ട് മുൻപായിട്ട് ഇതേ ഇങ്ങനെ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും മറ്റൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് ഈ ഫ്രെയിമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് പോലെ ഇവ അറേഞ്ച് ചെയ്യുക. ആദ്യത്തെ കീ ഫ്രെയിമിൽ അത് സ്ക്രീനിൽ നിൽക്കുന്നതായിട്ടും രണ്ടാമത്തേത് സ്ക്രീനിന് പുറത്തുമായിട്ട് സെറ്റ് ചെയ്യുക. ഇനി സ്ക്രീനിലേക്ക് വരേണ്ട ക്ലിപ്പ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് അത് ഈ വിൻഡോയുടെ പുറത്തായിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം മറ്റൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് അത് സ്ക്രീനിൽ വന്ന പോലെ സെറ്റ് ചെയ്യുക. ഇനി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കി. മനസ്സിലായോ ട്രാൻസിഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മനസ്സിലായില്ലെങ്കിലും പേടിക്കേണ്ട, എന്റെ ചാനലിൽ ഇത് ടെക്സ്റ്റ് ആയിട്ട് എഴുതിയിട്ടിട്ടുണ്ട്. ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാമെന്നും അവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് തരണമെങ്കിൽ എന്നെ ഈ നമ്പറിൽ DM ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.